ഈ ജയിലിൽ നിന്ന് ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. കാരണം ഇതിന് നെയിമില്ല, ലൊക്കേഷൻ ഇല്ല. ലോകം തന്നെ ഇതിനെ ഡെനി ചെയ്യുന്നു. പക്ഷേ ഇവിടെ ട്രാപ്പ് ചെയ്യപ്പെടുന്നത് ജയിലുകൾ ഡിസൈൻ ചെയ്ത് എസ്കേപ്പ് ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ കഥയിലെ ഹീറോ തന്നെയാണ്. ഇതൊരു ആക്സിഡൻ്റ് അല്ല, ആരോ അവനെ വഞ്ചിച്ചതാണ്. അത് ആരെന്നറിയാൻ വീഡിയോ മുഴുവനായി കാണുക. കുറേ ട്വിസ്റ്റുകളുള്ള ഒരു സിനിമയാണിത്. സിനിമയുടെ തുടക്കത്തിൽ കൊളറാഡോയിലുള്ള ഒരു ജയിൽ കാണുന്നു. അവിടെയാണ് നമ്മുടെ ഹീറോ റേൻ്റോട് ഇപ്പോൾ ഒരു തടവ് പുള്ളി വന്നിട്ട് പറയുന്നു, നിൻ്റോട് ജാക്സ് എന്ന് പറയുന്ന ഒരാൾ ഫൈറ്റിന് ഒരുങ്ങുന്നുണ്ടെന്ന്. ഇപ്പോൾ ജാക്സും റേയും തമ്മിൽ ഫൈറ്റ് ആകുന്നു. അങ്ങനെ ആ ഫൈറ്റിനിടയിൽ പോലീസുകാർ നമ്മുടെ ഹീറോ ആയ റേനെ ഒരു സ്പെഷ്യൽ ജയിലിലേക്ക് ആക്കുകയാണ്. ആ ജയിലിൽ സർവൈവ് ചെയ്യാന്നത് വളരെ കഷ്ടമാണ്. 24 മണിക്കൂറും ആളെ നിരീക്ഷിക്കും. അതിനകത്തുള്ള ആളെ, അതായത് നമ്മുടെ ഹീറോനെ നിരീക്ഷിക്കും. പിന്നെ ആ ജയിൽ തുറക്കണമെങ്കിൽ പ്രത്യേക പാസ്വേഡൊക്കെ ഉണ്ട്. ആ ജയിലിലാകെ ഉള്ളതൊരു ടോയ്ലറ്റ് മാത്രം, ബാക്കി പുറം ലോകം കാണില്ല. ഇതാണ് ഹീറോന് ഇപ്പോൾ കിട്ടിയ ശിക്ഷ. അങ്ങനെ ഇപ്പോൾ ഹീറോ ആ ജയിലിനകത്തു നിന്നും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ആ ജയിലിനെ പറ്റി പഠിക്കുകയാണ് മുഴുവനായിട്ട്. അതായത് അവിടെയുള്ള പോലീസുകാർക്ക് 7 മിനിറ്റ് സ്മോക്കിങ്ങിനായി സമയം കൊടുക്കും. ആ സമയമൊക്കെ ഹീറോ നല്ലോണം മനസ്സിലാക്കുന്നു. അങ്ങനെ ഹീറോനിപ്പോൾ ഫുഡ് കൊടുക്കും. അതായത് ദിവസത്തിൽ ഒരു നേരം മാത്രമേ ആ ജയിലിൽ നിന്ന് ഫുഡ് കിട്ടുള്ളൂ. അങ്ങനെ ഹീറോന് കൊടുക്കുന്ന ഫുഡിൽ നിന്നും അവൻ കുറേ പ്ലാസ്റ്റിക് കവർ ഉണ്ടാവില്ലേ, അതൊക്കെ കളക്ട് ചെയ്ത് ആ പാസ്വേഡ് അടിക്കുന്ന ഭാഗത്ത് വെച്ചിട്ട് അവൻ ആ പാസ്വേഡ് ഫിംഗർ പ്രിൻ്റ് നോക്കി മനസ്സിലാക്കുന്നുമുണ്ട്. അങ്ങനെ ആ പാസ്വേഡ് വെക്കുന്ന സ്ഥലത്ത് മനസ്സിലാക്കി അവൻ ആ ജയിലിൻ്റെ പാസ്കോഡ് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇപ്പോൾ പാസ്കോഡ് മനസ്സിലാക്കി. ഇപ്പോൾ അവൻ ആകെയുള്ളൊരു വഴി എന്താണെന്ന് വെച്ചാൽ ആ 7 മിനിറ്റാണ്. അങ്ങനെ ആ 7 മിനിറ്റിൽ അവൻ ചാടാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ പോലീസുകാർ സ്മോക്ക് ചെയ്യാൻ പോകുന്നു. ആ സമയം അവൻ ആ പാസ്കോഡൊക്കെ അടിച്ച് അതിനു മുമ്പേ അവൻ്റെ 2 ഫ്രണ്ട്സിന്, ജയിലിനകത്തുള്ള 2 ഫ്രണ്ട്സിന് അവൻ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ജയിലിൽ ഞാൻ ചാടാൻ പോവുകയാണ്, നിങ്ങളെങ്ങും പുറത്ത് ഒരു സ്ഫോടനം നടത്തണമെന്ന് അവൻ മെസ്സേജ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ അത് അവർ വായിച്ചിട്ട് ഇപ്പോൾ അവൻ ആ കൃത്യസമയത്ത് ജയിലിൽ ചാടുന്നു. അങ്ങനെ അവൻ ജയിലിൽ ചാടുന്നതിന് മുമ്പേ അവൻ്റെ 2 ഫ്രണ്ട്സും അവിടെ ഒരു സ്ഫോടനം നടത്തുന്നുണ്ട്. അങ്ങനെ മുഴുവൻ പേരുടെ ശ്രദ്ധ ആ സ്ഫോടനത്തിലാകുന്നു. ഈ സമയം നമ്മുടെ ഹീറോ ജയിലിൽ ചാടുകയാണ്. അവൻ വളരെ കഷ്ടപ്പെട്ടാണ് ആ ജയിലിൽ ചാടുന്നത്. അങ്ങനെ ഇപ്പോൾ ജയിലിൽ ചാടി അവൻ ആ ജയിലിൽ നിന്നും രക്ഷപ്പെടുന്നു. ഇപ്പം നമ്മൾ കാണുന്നത് രക്ഷപ്പെട്ടിട്ട് അവൻ്റെ 2 ഫ്രണ്ട്സിലെ അബിഗയിലും പിന്നെ ഹാഷും അവരുടെ വണ്ടിയിൽ പോകുന്നതാണ്. എന്നാൽ അവൻ ജയിലിൽ ചാടിയ വിവരം എല്ലാവരും അറിഞ്ഞിട്ട് പോലീസുകാർ അവരെ ട്രാക്ക് ചെയ്ത് ഇപ്പോൾ നമ്മുടെ റേനെ പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരാൾ എത്തുന്നത്. അതായത് ഒരു ബിസിനസ് മാനാണ്. അവൻ്റെ പേരാണ് ലെസ്റ്റർ. അവൻ പോലീസ് ഓഫീസറോട് പറയുന്നു റേയെ വെറുതെ വിടാൻ. അപ്പോൾ റേയെ വെറുതെ വിടുകയാണ്. ഇതിനൊരു കാരണമുണ്ട്. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. അതായത് റേ ഒരു കുറ്റവാളിയല്ല, അവനൊരു ബിസിനസ് മാനാണ്. അവൻ ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ജയിലുകളും പോയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യും. അതിൻ്റെ പോരായ്മകളൊക്കെ പറ്റിയിട്ട് എന്നിട്ട് പഠിക്കും. അത് അതിൻ്റെ ഹെഡിലുള്ളവരോട് പറയും. അതാണ് റേ ചെയ്യുന്ന ബിസിനസ്. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞപ്പോൾ റേയെ വെറുതെ വിടുന്നുണ്ട്. അങ്ങനെ അവൻ ഏറ്റെടുത്ത ജോലി കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവൻ അവൻ്റെ ഓഫീസിലെത്തുന്നു. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഓഫീസിൽ വരുന്നത്. ലെസ്റ്റർ അവൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. അങ്ങനെ റേൻ ഇപ്പോൾ പുതിയൊരു ഓഫർ വരികയാണ്. എന്നാൽ ഇതവൻ നിരസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഇപ്പോൾ പോകുന്ന ജയിലിൻ്റെ ലൊക്കേഷനോ മറ്റ് കാര്യങ്ങളോ ഒന്നും അവൻ അറിയരുത്. അവൻ അറിയാതെ വേണം പോകാൻ. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവരവനെ സമ്മതിപ്പിക്കുകയാണ്. ഇപ്പോൾ അവൻ്റെ ഫ്രണ്ടായ അബിഗയിലും ഹാഷും കൂടി അവൻ്റെ ദേഹത്ത് ട്രാക്കർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ലൊക്കേഷൻ അവൻ അറിയരുതെന്നല്ലേ ഉള്ളൂ, അവർക്കറിയുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ട്രാക്കർ സെറ്റ് ചെയ്യുന്നു. പിന്നീട് അവൻ മറ്റൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഒരു ക്രിമിനലിൻ്റെ ഐഡൻറ്റിറ്റിയാണ് അവൻ എടുക്കുന്നത്. അങ്ങനെ അവൻ ഓഫീസിൽ നിന്നും പുറത്തു പോയി നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആരൊക്കെയോ വന്നിട്ട് അവനെ മയക്കിയിട്ട് ഒരു വാനിൽ കിഡ്നാപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ട്രാക്കറൊക്കെ എടുത്തു മാറ്റുന്നുണ്ട്. ട്രാക്കർ എടുത്തു മാറ്റിയത് കൊണ്ട് തന്നെ സിഗ്നൽ ലോസ്റ്റ് ആകുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഹീറോ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു ജയിലിലാണ്. അതൊരു പ്രത്യേക ജയിലാണ്. അപ്പുറത്തുള്ളവരൊക്കെ കാണാം. കാരണം അവിടെ വാളിന് പകരം മിററാണ് സെറ്റ് ചെയ്തത്. അങ്ങനെ റേനെ കാണാൻ അവിടുത്തെ ഹെഡ് വരുന്നു. അപ്പോൾ റേ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നാൽ അവിടുത്തെ ഹെഡിൻ്റെ പേര് ചെറിയ വ്യത്യാസത്തിലാണ് 2 പേരും പറഞ്ഞത്. അതായത് 2 പേരും വേറെന്തോ പേരാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റേന് ചെറിയ ഡൗട്ട് അടിക്കുകയാണ്. അപ്പോൾ റേ അവൻ്റെ കയ്യിൽ ഒരു എമർജൻസി കോഡുണ്ട്, അത് പറയുന്നു. എന്നാൽ അതൊന്നും അവർ മൈൻഡാക്കുന്നില്ല. ഇപ്പോൾ റേൻ്റെ ഫ്രണ്ട്സ് അവനെ ട്രാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ ശരീരത്തിൽ നിന്നും ട്രാക്കർ എടുത്തത് കൊണ്ട് തന്നെ അവൻ്റെ ട്രാക്കിങ് കിട്ടുന്നില്ല. സിഗ്നൽ ലോസ്റ്റ് ആണ്. ഈ സമയം നമ്മുടെ റേൻ്റെ ജയിലിലേക്ക് ഒരാളെ കാണുകയാണ് റേ.
അവരുടെ പേരാണ് എമിൽ. എമിലും റേയും ഇപ്പോൾ നല്ല സുഹൃത്തായി മാറുന്നു. അങ്ങനെ എമിലിൽ നിന്നും റേ കുറേ കാര്യങ്ങൾ അറിയുന്നു ആ ജയിലിനെ പറ്റിയുള്ള. എമിലിനും ജയിലിൽ നിന്നും എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യണം, അതാണ് എമിലിൻ്റെയും പ്ലാന്. ഇപ്പോൾ എമിലിനോട് റേ ഒരു കാര്യം പറയും, അതായത് നമ്മൾ രണ്ടുപേരും ഒരു ഫേക്ക് ഫൈറ്റ് ഉണ്ടാക്കണം, എന്നാൽ നമ്മളെ സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുപോകും, അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം അവർ ഒരു ഫേക്ക് ഫൈറ്റ് ഉണ്ടാക്കുകയാണ്. അവൻ കരുതിയതുപോലെ തന്നെ അവനെ ഒരു സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ റേനെ നിരീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. അവർക്ക് പണിഷ്മെൻ്റ് കിട്ടിയതാണ്, എന്നാൽ അത് വളരെ കഠിനമായിരുന്നു. കാരണം വലിയ നിരയിലുള്ള വെളിച്ചവും ചൂടൊക്കെ, വലിയ ടെമ്പറേച്ചറാണ് ആ ജയിലിൽ, അതവർക്ക് താങ്ങാനാവുന്നില്ല. അങ്ങനെ അവരുടെ പണിഷ്മെൻറ്റ് കഴിയുന്നു. അങ്ങനെ അതിനുശേഷം റേനെ കാണാൻ ഒരു ഡോക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറോട് അവൻ ചോദിക്കുന്നു ഈ ജയിലിൻ്റെ ലൊക്കേഷൻ ഏതാണെന്ന്. എന്നാൽ ഡോക്ടർ അവന് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ആ പ്ലാനും വെറുതെയായി. അങ്ങനെ രണ്ടാളുടെ പണിഷ്മെൻറ്റിന് ശേഷം രണ്ടുപേരും ഇപ്പോൾ കുറച്ചും കൂടി ആലോചിക്കുന്നു. അപ്പോൾ റേ പറയുകയാണ്, ഇതിൻ്റെ എല്ലാ സൈഡിലും ഓരോ നട്ട്സ് ഉണ്ട്, എന്നാൽ ഇതിനൊക്കെ ഒരു മിഡിൽ പീസ് ഉണ്ട്, അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതുവഴി രക്ഷപ്പെടാമെന്ന് അവൻ ഹെമിലിനോട് പറയുന്നു. അങ്ങനെ ഹെമിലിപ്പോൾ ആ മിഡിൽ പീസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ എമിൽ എന്തൊക്കെയോ പറഞ്ഞ് ടോർച്ചർ ചെയ്തിട്ട് അവനെ എല്ലാ പോലീസുകാരും കൂടിയിട്ട് ഇടിക്കുന്നു, ഒരു പണിഷ്മെൻ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതുവഴി ആ മിഡിൽ പീസ് അവൻ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ഹെമിൽ അവൻ്റെ പണിഷ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ട് അവൻ റേയെ വന്ന് കാണുകയാണ്. അപ്പോൾ റേ പറയുന്നു, അതായത് റേ ആ പ്ലാന് മുഴുവനായിട്ട് എമിലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം അവർ വീണ്ടും ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നു, അതായത് ഒരു ഫേക്ക് ഫൈറ്റ് ഉണ്ടാക്കുകയാണ്. ഫൈറ്റ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും സ്പെഷ്യൽ ജയിലിൽ അടക്കുന്നു, പണിഷ്മെൻറ്റ് കൊടുക്കുന്നു, മുമ്പേ ഉള്ള പോലെ തന്നെ. അങ്ങനെ ഇപ്പോൾ ആ ജയിലിൽ നിന്നും എമിലിയും പിന്നെ റേയും കൂടിയിട്ട് രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിക്കുന്നു. റേ ആ വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ റേ പോലീസുകാർ കാണുന്നതിന് ക്യാമറയൊക്കെ ഹൈഡാക്കുന്നു, എന്നിട്ട് അതിനകത്തേക്ക് പോവുകയാണ്. അതായത് മുമ്പേ പ്ലാൻ ചെയ്തില്ലേ അതുപോലെ തന്നെ. അങ്ങനെ ഇപ്പോൾ റേ അതിനകത്ത് പോയിട്ട് ഒരു പൈപ്പ് കേടാക്കുന്നുണ്ട്. പൈപ്പിൽ നിന്നും കുറേ വെള്ളം വരുന്നു. എന്നിട്ടിപ്പോൾ ഒടുവിൽ അവൻ പുറത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ അവൻ പുറത്തെത്തി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവരിപ്പോൾ ഉള്ളത് ഒരു കടലിന് നടുവിലാണെന്ന്. അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായെന്ന് അവന് മനസ്സിലാകുന്നു. ഇപ്പോൾ അബിഗെയിലിനെയും ആഷിനെയും കാണുന്നു. അവരിപ്പോൾ നമ്മുടെ ഹീറോൻ്റെ സ്ഥലം മനസ്സിലാക്കിയിരിക്കുകയാണ്, അതായത് ആ ജയിൽ മനസ്സിലാക്കുന്നു. അങ്ങനെ ഹീറോ വീണ്ടും ജയിലിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ അവൻ തിരിച്ചു വന്നിട്ട് അവൻ ഹെമിലിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഒരു കടലിന് നടുവിലാണ്, നമുക്കിതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചാലേ ഇവിടുന്ന് രക്ഷപ്പെടാനാവുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ റേ വീണ്ടും ഡോക്ടറെ കാണുകയാണ്. എന്നിട്ട് ലൊക്കേഷൻ ചോദിക്കുന്നു. എന്നാൽ ഡോക്ടർ ലൊക്കേഷൻ പറയുന്നില്ല. അതിന് പകരം ഡോക്ടർ ഒരു ഉപകരണം കൊടുക്കുകയാണ് ഹെമിലിൻ്റെ കയ്യിൽ, ലൊക്കേഷൻ മാർക്ക് ചെയ്യാനുള്ള. അങ്ങനെ അത് വെച്ചിട്ട് അവൻ ലൊക്കേഷൻ കണ്ടുപിടിക്കാമെന്ന് കരുതുന്നു. ഇതിനുവേണ്ടി ജയിലിലുള്ള ജവദ് എന്ന് പറയുന്ന ഒരാളുടെ സഹായം തേടുന്നു. അവൻ എന്തൊക്കെയോ ഹെഡുള്ള ആളോട് പറഞ്ഞിട്ട് സമ്മതിപ്പിക്കുകയാണ് മുകളിലേക്ക് പോവാൻ, അതായത് സർഫേസിലേക്ക് പോവാൻ സമ്മതിപ്പിക്കുന്നു. അങ്ങനെ അവൻ മുകളിൽ പോയിട്ട് ആ ഉപകരണം വെച്ചിട്ട് ലൊക്കേഷൻ മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ റേ അവൻ്റെ ബുദ്ധി വെച്ചിട്ട് ജവദ് കൊടുത്ത ഉപകരണത്തിൻ്റെ അതൊക്കെ വെച്ച് അവൻ ആ സ്ഥലം കണ്ടുപിടിക്കുകയാണ്. അവരിപ്പോൾ ഉള്ളത് മൊറോക്കോയിലാണ്. അങ്ങനെ ഒടുവിൽ അവർക്ക് ആ ലൊക്കേഷൻ കിട്ടുന്നു. അങ്ങനെ റേ ഇപ്പോൾ ആ ഡോക്ടറുടെ സഹായത്തിൽ അവൻ്റെ 2 ഫ്രണ്ട്സിനും മെസ്സേജ് കൊടുക്കുകയാണ് അവരുള്ള ലൊക്കേഷൻ. ഇതേ സമയം റേയും പിന്നെ ജവദും പിന്നെ ഹെമിലും കൂടി ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാന് നടത്തുന്നു. അതായത് ക്യാൻറ്റീനിൽ വെച്ച് ഒരു ഫൈറ്റ് നടത്തുകയാണ് അവർ. അങ്ങനെ ആ ഒരു വലിയ ഫൈറ്റായി മാറുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഗാർഡ്സൊക്കെ ആ ഫൈറ്റിൽ ശ്രദ്ധിക്കുന്നു. ഇതുവഴി അവിടെയുള്ള സ്റ്റെയറിൽ കൂടി 3 പേരും രക്ഷപ്പെടാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഹീറോവും പിന്നെ ജവദും എമിലും കൂടിയും ആ സ്റ്റെയർ വഴി രക്ഷപ്പെടാൻ നോക്കുന്നു. അങ്ങനെ അവർ ആ സ്റ്റെയറിന് മുകളിലെത്തുന്നു. എന്നാൽ അവിടെ നമ്മുടെ ഹെഡിലുള്ള ആൾ ലോക്കാക്കി കളഞ്ഞിരുന്നു എല്ലാ ഡോറും. അങ്ങനെ ലോക്കായത് കൊണ്ട് തന്നെ അവരവിടെ കുടുങ്ങിപ്പോകുന്നു. അവർക്ക് രക്ഷയില്ല ആ സ്റ്റെയറിൻ്റെ മുകളിൽ കൂടി രക്ഷപ്പെടാൻ. ഇതേ സമയം മുകളിൽ ഹെലികോപ്റ്റർ എത്തിയിരുന്നു ഇവരെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ റേ ഇപ്പോൾ പുതിയ ഐഡിയ കണ്ടുപിടിക്കുകയാണ്. ഇതിൻ്റെ പവർ വരുന്ന സ്ഥലം കണ്ടുപിടിച്ച് അത് നശിപ്പിച്ചാൽ എല്ലാ ഡോറും ഓപ്പൺ ആവുമെന്ന്. എന്നാൽ ഈ സമയത്താണ് ജവദിന് പരിക്കേക്കുന്നത്, അവന് വെടിയേക്കുന്നു. അങ്ങനെ അവൻ്റെ നില ഇപ്പോൾ വളരെ മോശമാണ്. റേ ഇപ്പോൾ ഇതൊക്കെയുള്ള സിസ്റ്റത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഹെമിലിനോട് എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞിരുന്നു.
എമിലിപ്പോൾ ജവദിൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് ജവദിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ജവദ് പറയുന്നു, എൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്, നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന്, എന്നെക്കൊണ്ട് എന്തായാലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ റേ അതെല്ലാം തകർക്കുന്നു. അതായത് ഈ ഡോറിൻ്റെ എല്ലാ കൺട്രോളും അവൻ തകർക്കുകയാണ്. അങ്ങനെ എല്ലാ ഡോറും ഇപ്പോൾ ഓപ്പണായി വരുന്നു. അങ്ങനെ അതുവഴി എമിലി രക്ഷപ്പെടുന്നു. എന്നാൽ ബാക്കിയുള്ള ഗാർഡ്സൊക്കെ എമിലിനെ ഫോക്കസ് ചെയ്ത് അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹെലികോപ്റ്റർ എമിലിനടുത്തേക്ക് എത്തുന്നു. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഗണ്ണ് വെച്ചിട്ട് എല്ലാ ഗാർഡ്സിനെയും എമിലും ഷൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ ജവദിനെ കാണുന്നു, അവൻ മരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ നമ്മുടെ ഹീറോനെയാണ് കാണുന്നത്, റേനെ. റേ ഇപ്പോൾ ഉള്ളത് ടാങ്കിൻ്റെ അടിയിലാണ്, അതായത് വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ. അവൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ടാങ്ക് പമ്പ് ചെയ്താൽ ആ ഫ്ലോയിൽ അവനങ്ങ് കടലിലേക്ക് പോകും, അതായത് അവൻ അതുവഴി കടലിൽ പോകും. അങ്ങനെ അവൻ വിചാരിക്കുന്നത് പോലെ തന്നെ ടാങ്ക് പമ്പ് ചെയ്യുന്നു. ടാങ്ക് പമ്പ് ചെയ്തതും അവൻ വെള്ളത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവൻ പുറത്തു വരുന്നു. എല്ലാ ഗാർഡ്സും അവരുടെ ഹെലികോപ്റ്ററിനെ ചുറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹെലികോപ്റ്റർ പറക്കാൻ തുടങ്ങി. ഇപ്പോൾ എമിലി നമ്മുടെ റേനെ കാണുന്നു. അപ്പോൾ അവന് ലാഡർ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതുവഴി അവൻ കയറുന്നു. അതായത് റേ ഇപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ എമിലി ഇപ്പോൾ ആ ഷിപ്പ് തന്നെ നശിപ്പിച്ച് കളയുന്നു. അങ്ങനെ ആ ഷിപ്പ് മുഴുവനായി ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവരവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ രണ്ടുപേരും രക്ഷപ്പെട്ടിരിക്കുകയാണ്. രണ്ടുപേരും ഇപ്പോൾ മൊറോക്കോയുള്ള ഒരു ഐലൻഡിലെത്തുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നത്. അതിലാരാ ഉള്ളതെന്ന് വെച്ചാൽ ആദ്യം കണ്ട ആ പെണ്ണില്ലേ, അവരാണ്. ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ എമിലി ആ പെൺകുട്ടിയുടെ അച്ഛനായിരുന്നു. അവളുടെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹീറോ റേനെ കൂട്ടുപിടിച്ചത്. അവനെ കൊണ്ടേ അവളുടെ അച്ഛനെ രക്ഷിക്കാനാവൂ എന്ന് അവൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് റേനെ കൂട്ടുപിടിച്ച് അവളുടെ അച്ഛനെ രക്ഷിച്ചിരിക്കുകയാണിപ്പോൾ. എന്നാൽ സത്യത്തിൽ റേനെ വഞ്ചിച്ചത് ആരാണെന്ന് വെച്ചാൽ അവൻ്റെ ബിസിനസ് പാർട്ട്ണർ എസ്റ്ററാണ്. എല്ലാ സത്യങ്ങളും റേയുടെ ഫ്രണ്ട്സ് റേയോട് പറയുന്നുണ്ട്. അങ്ങനെ റേയുടെ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് എസ്റ്ററിനെ ഒരു കാറിനകത്ത് അകപ്പെടുത്തും. എന്നാൽ സത്യത്തിൽ ആ കാർ എവിടെ ഉള്ളതെന്ന് നോക്കുമ്പോൾ അതൊരു കടലിന് നടുവിലുള്ളൊരു കാർഗോ ഷിപ്പിലാണ്. അങ്ങനെ അതും കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു.